ഹലോ, ട്യൂട്ടോറിയത്തിലേക്ക് സ്വാഗതം. ഇന്ത്യസ് നമ്പർ 1 ടെസ്റ്റ് ടേക്കിംഗ് പ്ലാറ്റ്ഫോം. ഞാൻ ഗായത്രി ജയകുമാർ. ഹോപ്പ് യു ആൾ ഡൂയിങ് വെൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാറ്റിന്റെ ടോപ്പിക്സും ആ ഓരോ ടോപ്പിക്കിനും നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും ആണ്. So, first of all, something that we really have to understand when it comes to CLAT English paper മാത്രമല്ല ക്ലാറ്റിന്റെ ഏതൊരു പേപ്പർ ആണെങ്കിലും is that അത് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഏത് സെക്ഷൻ എടുത്താലും. അതെല്ലാം ഇംഗ്ലീഷിന്റെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ശരിക്കും ചെക്ക് ചെയ്യുന്നത്. ഈവൻ ഇംഗ്ലീഷ് പേപ്പർ മാത്രമല്ല ഏതൊരു പേപ്പർ എടുത്താലും നിങ്ങളുടെ കോംപ്രിഹെൻഷൻ ലെവലാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഇംഗ്ലീഷിന് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കിനും ക്ലാറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ആണ്. പക്ഷെ കൂടുതലും ഇംഗ്ലീഷ് പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറയുന്നത്. ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. പക്ഷെ അതിൽ ബേസിക് കോംപ്രിഹെൻഷന്റെ സ്ട്രാറ്റജി എല്ലാ സെക്ഷനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. So as I mentioned, നിങ്ങൾക്ക് എല്ലാം കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യുൽ ഓൾവേസ് ഹാവ് എ കോംപ്രിഹെൻഷൻ പാസേജ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് പേപ്പറിൽ നിന്ന് എടുത്ത ഒരു എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നുള്ള എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ്സേ ഓർ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലിറ്റററി വർക്ക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ടോപ്പിക്സ് വരുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ക്വിക്ലി ഗോ ത്രൂ ദി ഓവർവ്യൂ ഓഫ് ദി ടോപ്പിക്സ്. സോ നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പറിൽ ക്ലാറ്റിന്റെ ഇംഗ്ലീഷ് പേപ്പറിന്റെ ഫോമാറ്റ് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് എ ടോട്ടൽ ഓഫ് ലൈക്ക് 22 to 26 ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ബൈ ദ വേ, ബിക്കോസ് നിങ്ങൾക്ക് മിക്കവാറും 4 to 5 ഓർ ഈവൻ അപ് ടു 6 പാസേജസ് കാണാം. മാക്സിമം 6 പാസേജ് ഒക്കെയാണ്. മിക്കവാറും 450 അടുത്ത്, അപ്രോക്സിമേറ്റ്ലി 450, ലൈക്ക് 350 to 450 or 500 നമ്പർ ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് പാസേജിന് കാണും. 20% ആ പേപ്പറിന്റെ 20% ഇംഗ്ലീഷ് എന്നായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ യു ഹാവ് ലൈക്ക് ഐ സെഡ് അറൌണ്ട് 4 to 6 പാസേജസ്. അതനുസരിച്ചിട്ട് യു വിൽ ഹാവ് ലൈക്ക് 4 to 6 ക്വസ്റ്റ്യൻസ് പെർ പാസേജ് as well. സോ അങ്ങനെയാണ് ഈ 22 to 26 ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ആൻഡ് ദെൻ ടൈം സജഷൻ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന 25 minutes ആണ്. പക്ഷെ ഏതൊരു MCQ ഏതൊരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരുപാട് ടൈം അങ്ങനെ അസൈൻ ചെയ്ത് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില ക്വസ്റ്റ്യൻസ് യു വിൽ ബി ആൻസറിങ് വെരി ക്വിക്ലി, ലൈക്ക് നിങ്ങൾക്ക് 10 സെക്കൻഡ് വേണ്ടി വരില്ല ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ചിലതിന് ചിലപ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കും. ഇപ്പൊ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ശകലം കൂടെ ടൈം എടുക്കും. സോ ഇറ്റ് വിൽ ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ ടൈപ്പ്. ലൈക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനെ തന്നെ ബേസ് ചെയ്തിരിക്കും. ബിക്കോസ് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടൈപ്പ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക് എടുത്താൽ തന്നെ ഒരു പക്ഷേ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ചിലപ്പം 8 എണ്ണം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. 1-2 എണ്ണം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. സോ ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടൈപ്പ്, ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ ടോപ്പിക് എസ് സച്ച്. ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ വിൽ വേരി ഫോർ ഡിഫറെന്റ് പീപ്പിൾ. കാരണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഒരു പാസേജ് വായിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അതിന്റെ റിഫ്ലക്ഷൻ ആ പാസേജിൽ വരും. നമ്മൾ ബാക്കിയുള്ളവർ ആ പാസേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലേ ആയിരിക്കത്തില്ല ദാറ്റ് വിൽ ബി കോംപ്രിഹെൻഡിങ് ഇറ്റ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇറ്റ് സോർട്ട് ഓഫ് കംപ്ലീറ്റ്ലി ഡിഫേഴ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദ പീപ്പിൾ ഹു ആർ റീഡിങ് ഇറ്റ് ആൻഡ് ഓൾസോ അവർ മൈൻഡ് സെറ്റ് ആസ് വി റീഡ്. ഓക്കെ, സോ ടെക്നിക്ക് മാത്രമല്ല നമ്മുടെ ഫോക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു ക്ലാറ്റ്. കാരണം നമുക്ക് ചുമ്മാ റാൻഡംലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല മിക്കതും വരുന്നത്. സോ ലെറ്റ്സ് look at the kind of skills tested for CLAT. So first off, reading comprehension model ആണ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലാറ്റിന് വരുന്നത്. എസ്പെഷ്യലി ഇംഗ്ലീഷ് പേപ്പർ, എല്ലാ പേപ്പറിലും എന്നാലും റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോമാറ്റിലാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും വരുന്നത്. അതിൽ ടെസ്റ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ റീസണിങ്, vocabulary in context. Contextual vocabulary is very important in this case. കാരണം വേർഡ്സിന് പല മീനിങ്സും പല ഫങ്ഷൻസും ഉണ്ട്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. സോ അതിൽ ആ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ആ വേർഡിന് എന്ത് മീനിങ് അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻ ആണ് ആ വേർഡ് ആ കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും ആ വേർഡിന്റെ പെക്യുലാരിറ്റി ആ ഒരു സെന്റൻസിൽ. സോ വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾ ക്ലാറ്റിൽ വരുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, റാൻഡം മീനിങ്സ് അല്ല. ഗ്രാമർ ഇത് ഇംപ്ലിസിറ്റ്ലി ടെസ്റ്റഡ് ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ കാര്യം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ പാസേജിൽ ഏത് രീതിയിലാണ് ഒരു സെന്റൻസിൽ ഗ്രാമർ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പാസേജിലുള്ള ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഗ്രാമറിന്റെ. സെയിം കോഴ്സ് വൊക്കാബുലറി.
പിന്നെ സമ്മറൈസേഷൻ, ഇൻഫറൻസ്, അനാലിസിസ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് വരുന്നത്. ബേസിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്കിൽസ് ഇതൊക്കെയാണ്. ഹൗ ഗുഡ് ഇസ് യുവർ കോംപ്രിഹെൻഷൻ വെൻ ഇറ്റ് കംസ് ടു റീഡിംഗ്? നിങ്ങൾക്ക് ക്രിട്ടിക്കൽ റീസണിങ് എത്രത്തോളം ഉണ്ട്? നിങ്ങൾക്ക് കോണ്ടെക്സ്ച്വലി വൊക്കാബുലറി, അത് കോണ്ടെക്സ്ച്വലി ഒരു വേർഡ് തരുമ്പോൾ ഹൗ കെൻ യു അനലൈസ് ദാറ്റ്, ഹൗ കെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഓക്കെ, അല്ലെങ്കിൽ ഒരു വേർഡിന് ഈ കോണ്ടെക്സ്റ്റിൽ വേറെ മീനിങ് ആണ് എന്ന് മനസ്സിലാക്കിയാണ് നിങ്ങൾ വായിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ്. ആൻഡ് ദെൻ ഗ്രാമർ, അതായത് ആ സെന്റൻസിൽ ഗ്രാമർ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? റാൻഡം ആയിട്ട് ഒരു ഗ്രാമർ ക്വസ്റ്റൻ ആയിരിക്കില്ല, സെന്റൻസ് വൈസ് അതിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ നിന്നുള്ള ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് ദെൻ സമറൈസേഷൻ ആൻഡ് ഇൻഫറൻസ്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പാസേജ്? വാട്ട് ഈസ് ദി എൻറ്റയർ പാസേജ് ബേസിക്കലി ടെലിംഗ് യു. Alright, so ഇതൊക്കെയാണ് സ്കിൽസ് ടെസ്റ്റഡ്. Now let's look at the question type. So പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ പാസേജിൽ നിന്ന് what do you understand? What is the main idea given in a particular paragraph or a particular sentence or the passage? Okay, what is the central theme of the entire extract? Okay, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ പറയുന്ന സെൻട്രൽ തീം, മെയിൻ ഐഡിയ എന്തായിരിക്കും? ടോൺ or ആറ്റിറ്റ്യൂഡ്, ഓതേഴ്സ് ടോൺ ടുവേർഡ്സ് എ സബ്ജക്ട്. അതായത് ഈ ഓതർ ലൈക്ക് ആർ ദേ റിപ്പോർട്ടിംഗ് സംതിങ്, ഓർ ലെറ്റ്സ് സേ ആർ ദേ ക്രിട്ടിക്കലി ടോക്കിംഗ് അബൌട്ട് സംതിങ്, or are they just analyzing something, or have they just stated their observations? Okay, അതല്ല സർക്കാസ്റ്റിക് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത്? സോ ഇങ്ങനത്തെ ടോൺ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണം. ഇൻഫറൻസ്, അത് പറയാതെ പറയുന്ന കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് ലൈക്ക് ഇംപ്ലൈഡ് സെൻസ്. ഒരു സെന്റൻസ് കാണും, അതിൽ ഡയറക്ട്ലി ചിലപ്പോൾ ഒരു കാര്യം എഴുതിയിട്ടില്ലായിരിക്കും, ബട്ട് ദെൻ വൺസ് യു റീഡ് ഇറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഇസ് ഇന്റൻറ്റഡ്. അങ്ങനത്തെ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ മീനിങ് മനസ്സിലാക്കിയാലേ കിട്ടുള്ളൂ. Vocabulary in context, as I've already mentioned, meaning of a particular word or phrase. Okay. Summary or title. So ഈ ഒരു എക്സ്ട്രാക്ടിന് ബെസ്റ്റ് സമ്മറി ഓർ ടൈറ്റിൽ എന്തായിരിക്കും? യു വിൽ ബി ഗിവൺ ഓപ്ഷൻസ്. ഇതെല്ലാം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പോലും ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് എല്ലാ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോർമാറ്റിലുള്ളത്. ഓക്കെ, സമ്മറി ഓർ ടൈറ്റിൽ, എന്ത് ടൈപ്പ് സമ്മറി ഓർ ടൈറ്റിൽ ആയിരിക്കും ഈ ഒരു എക്സ്ട്രാക്റ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? ഈ പാസേജ് എന്തിനാണ് എഴുതിയിരിക്കുന്നത്? അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനാണോ, അതല്ല എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം ഫോർവേഡ് ചെയ്യാനാണോ, അതോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ആൾക്കാരുടെ തോട്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതല്ല എന്തെങ്കിലും കാര്യം കംപ്ലീറ്റ്ലി ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ടാണോ ഇത് എഴുതിയിരിക്കുന്നത്? Okay, so അതാണ് purpose of the passage. Supporting evidence. So അതിനകത്ത് നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിട്ട് ഔട്ട് ഓഫ് ദീസ് ഓപ്ഷൻസ് വിച്ച് വൺ സപ്പോർട്ട്സ് ദിസ് എവിഡൻസ് ബെസ്റ്റ്, അല്ലെങ്കിൽ വിച്ച് വൺ സപ്പോർട്ട്സ് ദ ക്ലെയിം ഓർ സെന്റൻസ് ബെസ്റ്റ് എന്നിങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദീസ് വിച്ച് ഓഫ് ദീസ് സെന്റൻസസ് വീക്കൻസ് ദി ആർഗ്യുമെന്റ്. ഓക്കെ, ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാറ്റഗറീസ് വരുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഐഡിയാസ് വരുന്നത്. റൈറ്റ്, സോ ഒന്നുകൂടെ പറയാണ്, എല്ലാ MCQ ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രിഹെൻഷൻ ബേസ്ഡ്, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ഫോർമാറ്റിലാണ് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ പാസേജ് ഇസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ഓടിച്ചിട്ട് പോയി ഒന്ന് രണ്ട് വേർഡ്സ് പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതുക എന്നുള്ളത് ക്ലാറ്റിൽ പോസിബിൾ അല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ്. അതാണ് അതിന്റെ മെയിൻ ഐഡിയ തന്നെ. അതിൽ തന്നെ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ടെക്സ്റ്റ് വരുന്നുണ്ട്, ഓതേഴ്സ് ഇന്റന്റ് മനസ്സിലാക്കുന്നതുണ്ട്. ഇതല്ല ഈ പറഞ്ഞ പോലെ എഴുതിയിരിക്കുന്നതിലല്ലാതെ ലൈക്ക് ഇൻഫറൻസ്, ഇംപ്ലൈഡ് മീനിങ് മനസ്സിലാക്കുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഒരു ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഒറ്റ സിംഗിൾ എക്സ്ട്രാക്റ്റിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. Alright, so let's look at the core strategies that you need for reading. So first of all, basic strategy that if you want to improve in reading, you have to practice reading every day. So you'll have to read daily. എന്താണ് വായിക്കേണ്ടത്? You can read editorials or long form articles. നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സിലേക്ക് എഡിറ്റോറിയൽസിന്റെ സൈഡിൽ ഒപ്പീനിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് വരില്ലേ, ഓരോരുത്തരുടെ ഒബ്സർവേഷൻസ്, ഓരോരുത്തരുടെ അനാലിസിസ്, ഓരോരുത്തരുടെ പെർസ്പെക്ടിവ്സ് കാണിക്കുന്ന ടൈപ്പ് ആർട്ടിക്കിൾസ്. സോ അങ്ങനത്തെ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ജനറൽ ഐഡിയ സ്റ്റേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഒക്കെ കാണും. സോ അങ്ങനത്തെ ലോങ് ഫോം ആർട്ടിക്കിൾസ് നിങ്ങൾ ട്രൈ ചെയ്യുക, ഡെയിലി റീഡ് ചെയ്യുക. സോ എന്നും ചെയ്യുമ്പോൾ ഗ്രാജുവലി യു വിൽ ഇംപ്രൂവ് യുവർ സ്പീഡ്. അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. യുവർ സ്പീഡ് ആൻഡ് യുവർ യുവർ ഫെമിലിയാരിറ്റി വിത്ത് ദി ഐഡിയ ഓഫ് റീഡിങ്. എന്ത് ടൈപ്പ് ടെക്സ്റ്റ് കിട്ടിയാലും നിങ്ങൾ എത്രത്തോളം
നിങ്ങൾ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സാധനം കിട്ടിയാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ആ ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് റീഡിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. സോ വിച്ച് ഇസ് വൈ ട്രൈ റീഡിങ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റീഡേഴ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൈറ്റേഴ്സ്. ഓക്കെ, ആ ഒരു എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു വിൽ ഹാവ് ടു ഡു ഓൺ യുവർ ഓൺ. ഓക്കെ, focus on authors. So നിങ്ങൾ even let's say even if you're reading a newspaper or let's say you're reading a novel, okay, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട്, എന്ത് കാര്യമാണെങ്കിലും when you're reading, focus on the author's argument. എന്താണ് ആ ഓത്തർ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, ലോജിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, സോ ഇതിനകത്ത് എന്ത് ടൈപ്പ് ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, ആൻഡ് ഹൗ ഇസ് ദാറ്റ് ഇൻഫർമേഷൻ സ്ട്രക്ചർ, എന്ത് ലോജിക്ക് ഫോളോ ചെയ്തിട്ടാണ് ഈ ഇൻഫർമേഷൻ ആ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ പാസേജിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഇൻസിഡൻസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എക്സ്ട്രാ ഇൻഫർമേഷൻ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇൻ എ സെന്റൻസ്, ഒരു സെന്റൻസിൽ തന്നെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന പാരാന്തറ്റിക്കൽ ക്ലോസസ് കാണും. ഇതൊക്കെ എവിടെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആസ് യു റീഡ്. ഒപ്പീനിയൻ വേഴ്സസ് ഫാക്ട്, ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ക്വസ്റ്റ്യൻസ് ദാറ്റ് ആസ്ക് യു ലൈക്ക് വാട്ട് ക്യാൻ യു അസ്യൂം from a particular sentence or a passage or a paragraph, അല്ലെങ്കിൽ author's intent, okay, അങ്ങനെ assumptions അല്ലെങ്കിൽ intent ചോദിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ author's tone ചോദിക്കുന്നതിനകത്തൊക്കെ ഈ ഒപ്പീനിയൻ ഓർ ഫാക്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ ബിറ്റ്വീൻ ഒപ്പീനിയൻ ആൻഡ് ഫാക്ട് വിത്തിൻ എ സിംഗിൾ ടെക്സ്റ്റ്. ഓക്കെ, സോ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഡെയിലി റീഡ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. And then building reading speed. This is very important. നിങ്ങൾക്ക് പതുക്കെ, ഇത് ഈ പറഞ്ഞ പോലെ എളുപ്പമല്ല. നിങ്ങൾ വായിക്കുന്ന കണ്ടന്റ്, നിങ്ങൾ വായിക്കുന്ന ആർട്ടിക്കിൾ ഡിഫർ ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് വെൻ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഡു എവറി ഡേ, ഗ്രാജുവലി എല്ലാ ആർട്ടിക്കിൾസിനും നിങ്ങൾക്ക് ഏകദേശം ഒരേ സ്പീഡ് അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് മാത്രം റീഡിംഗ് സ്പീഡിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. വിച്ച് ഇസ് വൈ റീഡിംഗ് എവറി ഡേ ആൻഡ് റീഡിംഗ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പല ടോണിലുള്ള, പല ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള പല ഓതേഴ്സിന്റെ റൈറ്റിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിന്. യു വിൽ ഹാവ് ടു ബിൽഡ് അപ്പ് യുവർ റീഡിംഗ് സ്പീഡ് ആൻഡ് സ്റ്റാമിന. നിങ്ങൾ കുറച്ച് വായിക്കുമ്പോഴേ കുഴഞ്ഞു പോകരുത്. സോ നിങ്ങൾക്കത് വായിച്ച ഒരു ആർട്ടിക്കിൾ ഫുൾ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വായിച്ചു തീർക്കാനുള്ള ഒരു സ്റ്റാമിന കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് ഡെയിലി റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീഡ് ആൻഡ് സ്റ്റാമിന. ഫിസിക്കൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കിൽ കപ്പാസിറ്റീസ് ആണ് ഇതെല്ലാം. ഓക്കെ, ആൻഡ് ദെൻ മെയിൻറ്റെയിനിങ് എ റീഡിംഗ് ലോഗ്. ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഹെൽപ്ഫുൾ. നിങ്ങൾ ഡെയിലി വായിക്കുന്ന കാര്യങ്ങൾ മേക്ക് ഷുവർ യു സോർട്ട് ഓഫ് ലോഗ് ഇറ്റ് ഓൾ ഇൻ എ ബുക്ക് ഓർ എ ഡയറി. ഓക്കെ, നിങ്ങൾ വായിച്ചതിന്റെ മെയിൻ ഐഡിയ എന്താണ്, എവിടെ നിന്നാണ് ഈ സോഴ്സ്, എവിടെ നിന്നാണ്. സോ ലെറ്റ്സ് സേ യു ആർ റീഡിംഗ് എൻ ആർട്ടിക്കിൾ ഫ്രം ദി ഹിന്ദു. ഓക്കെ, റൈറ്റ് ഡൗൺ ദ സോഴ്സ് as the Hindu, write down the title of the article, make sure you note down the main idea that the article was giving you, and then note down your vocabulary. New words ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വേർഡ്സിന്റെ തന്നെ പുതിയ മീനിങ് ഓർ ഫംഗ്ഷൻ ആകാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആർട്ടിക്കിളിൽ നിന്ന് കിട്ടിയ. മേക്ക് ഷുവർ യു നോട്ട് ദാറ്റ് ഡൗൺ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു റീഡിംഗ് ലോഗ് സെറ്റ് ചെയ്യുക. ബട്ട് സി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇനഫ് ദാറ്റ് യു ഹാവ് എ റീഡിംഗ് ലോഗ്, ഇറ്റ്സ് ഓൾസോ നെസസറി ദാറ്റ് യു ഡു റിവൈസ് ദീസ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി വീക്ക്. എല്ലാ വീക്കും അറ്റ്ലീസ്റ്റ് ഒരു വട്ടം ഇത് റിവൈസ് ചെയ്യാം, മിനിമം വൺസ്. ഓക്കെ, സോ അതല്ലാതെ ജസ്റ്റ് ഒരു ലോഗ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഷുഡ് ഓൾസോ ലൈക്ക് ഫ്ലിപ്പ് ത്രൂ ദീസ് എവറി ഡേ, സോറി, ഓർ അറ്റ്ലീസ്റ്റ് വൺസ് എവറി വീക്ക്. എവറി ഡേ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ലെറ്റ് മീ ഓൾസോ ഗിവ് യു ദിസ് ഐഡിയ. സോ നമുക്ക് പൊതുവേ പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഫസ്റ്റ് പേജിൽ നിന്ന് ടു ആർ പ്രസന്റ് പോയിന്റ് അതായിരിക്കും നമ്മൾ ആ ഒരു ഓർഡറിലായിരിക്കും നോക്കുന്നത്. ബട്ട് വെൻ യു ഡു ദാറ്റ്, ഒന്ന് നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങൾ ആ ഓർഡറിൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കൂ. അതിലുള്ള വേർഡ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ ആർട്ടിക്കിളിലല്ല, നിങ്ങൾക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാതായി പോകും. ഓക്കെ, സോ വിച്ച് ഇസ് വൈ നിങ്ങൾ ഇത് റിവൈസ് ചെയ്യുമ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഷഫ്ലിംഗ് ദി ഓർഡർ ഇൻ വിച്ച് യു ആർ റീഡിങ്. സോ ഇന്നിപ്പോ ലെറ്റ്സ് സേ ഫസ്റ്റ് പേജ് തൊട്ട് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എഴുതി തീർന്ന പേജ് വരെ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം വെൻ യു ടേക്ക് അപ്പ് ദ ബുക്ക് ഓർ ദ ലോഗ് ടു റിവൈസ്, മേക്ക് ഷുവർ യു ആർ ഷഫ്ലിംഗ് ദി ഓർഡർ. ഒരു നടുക്കത്തെ ഏതെങ്കിലും ഒരു റാൻഡം പീരിയഡ് ചൂസ് ചെയ്യുക, അതിൽ നിന്ന് അതിനെ ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ ഫ്രണ്ട് തിരിച്ച് വായിക്കുക, ആൻഡ് ദെൻ ഫ്രം ദാറ്റ് പോയിന്റ് ടു ലൈക്ക് അതിനെ ഫോർവേഡ്, അങ്ങനെ ഫോർവേഡ് ബാക്ക്വേർഡ്സ് ഷഫിൾഡ് ഓർഡറിലൊക്കെ വായിച്ചു നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലോഗ്സ് ഒക്കെ വെറുതെ യൂസ്ലെസ് ആയി പോകും. നിങ്ങൾക്ക് ഓർഡർ ഇല്ലാതെ നിങ്ങൾക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വെൻ യു ആർ മെയിൻറ്റെയിനിങ് ആ റീഡിംഗ് ലോഗ്, റിവൈസ് ഇറ്റ് ഓൾവേസ് ഇൻ എ ഷഫിൾഡ് ഓർഡർ. എപ്പോഴും ഒരേ ഓർഡറിൽ തന്നെ റിവൈസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ.
And also, this is very important that whenever you're reading these articles, in the article വായിക്കുകയാണെങ്കിൽ I already mentioned you have to look at the author's argument, logical structure, opinion versus fact ആണ് ഇതെല്ലാം പറഞ്ഞു. But along with that, see if you can analyze the tone, the structure, okay? ഇതൊക്കെ നിങ്ങൾക്ക് അതുപോലെ assumptions നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ assume ചെയ്തെടുക്കാം, okay? എഴുതി നോക്കുക വേണമെങ്കിൽ, or just think in your mind. Actually, thinking is the best exercise because it takes a lot of focus and energy to actually make a whole sentence in your mind, okay, especially in English. So നിങ്ങൾ മനസ്സിലാണെങ്കിലും അത് ചിന്തിച്ചു നോക്കുക, it will settle down in your mind, you will remember it better than writing it somewhere out, okay? So ആ ഒരു ആർട്ടിക്കിളിന്റെ സ്ട്രക്ചർ നോക്കുക, ആസ് ഐ മെൻഷൻഡ് ഏത് ലോജിക്കൽ ഓർഡറിലാണ് ആ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ നോക്കി ശ്രദ്ധിക്കുക, ഓക്കെ? ഇതെല്ലാം നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ്. vocabulary strategy. So how can you improve your vocabulary? Now, definitely, കാണാ പാഠം പഠിക്കുന്ന ഒഴിവാക്കുക. Try not to by heart words. Okay? Words when you try to by heart will not benefit you. അതൊരു burden ആയിട്ട് തീരത്തേ ഉള്ളൂ. So always make sure that you are trying to integrate the words that you're trying to learn into your daily use. Like, can your conversations, can be your thoughts. ഓക്കെ, അതിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേർഡ്സ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ. സോ ഓൾവേസ് മേക്ക് ഷുവർ യു ലേൺ ദ വേർഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് ആൻഡ് നോട്ട് ഇൻ ഐസൊലേഷൻ. ഒരു റാൻഡം വേർഡ് നിങ്ങൾ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തിട്ട് ആ വേർഡ് ഇന്നതാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബെനിഫിറ്റ് യു. ഓക്കെ, നിങ്ങൾ എപ്പോഴും വായിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ കേൾക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ കാണുന്നതിൽ നിന്ന്, ഇതിൽ എന്താ ഡിഫറൻസ് അറിയാം? വായിക്കുന്ന ഒബ്വിയസ്ലി യു ആർ റീഡിങ് എൻ ആർട്ടിക്കിൾ ഓർ ലെറ്റ്സ് സേ എ ബുക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അതാണ് വായിക്കുന്നതിൽ നിന്ന്. കാണുന്നതിൽ നിന്ന് പറഞ്ഞെന്തറിയോ? മേബി യു ആർ വാച്ചിങ് എ ഫിലിം, ഓക്കെ, ഓർ ലെറ്റ്സ് സേ യു ആർ വാച്ചിങ് എ സീരീസ്, അതിലൊരു വേർഡ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓക്കെ, ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ വേർഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ അവിടുന്ന് ആണെങ്കിലും പിക്ക് ദാറ്റ് വേർഡ് ഫോർ ലേണിംഗ്. കേൾക്കുന്നതിൽ നിന്ന് യു ആർ ലെറ്റ്സ് സേ യു ആർ ലിസ്ണിംഗ് ടു സംവൺ, ലെറ്റ്സ് സേ ഫ്രണ്ട്സ് ആകാം, ഫാമിലി മെമ്പേഴ്സ് ആകാം, സംസാരിക്കുകയാണ്, ആൻഡ് യു കീപ് ഓൺ ഹിയറിംഗ് എ വേർഡ്. അത് ഒരു പക്ഷേ ഒരു ദിവസത്തെ കോൺവെർസേഷനിലായിരിക്കില്ല, മേ ബി യു ഓൾറെഡി ഹേർഡ് ദ വേർഡ് സംവെയർ ഇൻ ദ പാസ്റ്റ്, ഓക്കെ, ഇന്ന് പെട്ടെന്ന് ആ ഒരു വേർഡ് ആരോ ഒരാൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്തു, ട്രൈ ടു ലേൺ ദ വേർഡ്. സോ അങ്ങനത്തെ വേർഡ്സ് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ കോണ്ടെക്സ്റ്റിൽ അതിനെ പഠിക്കുക. ഐസൊലേഷനിൽ ചുമ്മാ ഒരു റാൻഡം വേർഡ് എടുത്ത് പഠിക്കുന്നത് ഇറ്റ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ ഇറ്റ് വിൽ നെവർ ബി ഹെൽപ്ഫുൾ. എപ്പോഴും ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാണുന്ന വായിക്കുന്നത് ഒക്കെ ആയിട്ടുള്ള വേർഡ്സ് ആ കോണ്ടെക്സ്റ്റിൽ വെച്ച് തന്നെ പഠിക്കുക. ആൻഡ് ദെൻ ഓൾസോ along with it, Merriam-Webster dictionary or dictionary, ഇത് ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. dictionary.com ഉണ്ട്, ബട്ട് then you can always use it online. dictionary.com. ഇതൊന്നും അല്ലെങ്കിൽ we have everything in our hands now. നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം, ഓർ യൂസ് വാട്സാപ്പിൽ മെറ്റ ഇല്ലേ, മെറ്റ യൂസ് ചെയ്യാം. അതിനകത്ത് നിങ്ങളൊരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ സിനോണിംസ് ആൻഡ് ആന്റോണിംസും കൂടെ എഴുതി കൊടുക്കുകയാണെങ്കിൽ you get the entire list of synonyms and antonyms of the word. It's that easy. It's as easy as texting your friend. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഇതിൽ നിങ്ങൾ കാണുന്ന വേർഡ്സിന്റെ സിനോണിംസ് എന്താണ്, ആന്റോണിംസ് എന്താണ്, ഇന്ന കോണ്ടെക്സ്റ്റിൽ, ആ തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ആ വേർഡിന്റെ മീനിങ് എന്താണ്, ഹൗ ഡസ് ദ മീനിങ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. സെർച്ച് ചെയ്യുക Merriam-Websterൽ, dictionary.com, ലൈക്ക് ഐ സെഡ് വാട്സാപ്പിൽ, മെറ്റയിൽ, ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. And then try learning those words using flashcards, sticky notes ഒക്കെ ഇല്ലേ, post-it notes ഒക്കെ ഇല്ലേ, അതിലൊക്കെ എഴുതി ലൈക്ക് വേർഡ് ഫ്രണ്ടിലും അതിന്റെ മീനിങ് ഓർ യൂസേജ് ഇൻഫാക്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫ്രണ്ട്, ലൈക്ക് സാമ്പിൾ സെന്റൻസ് ഒക്കെ വേർഡിന്റെ താഴെ തന്നെ എഴുതാം, മീനിങ് അപ്പുറത്തെ സൈഡിലും എഴുതിയിട്ട് സ്റ്റിക്ക് ദിസ് ഇൻ എ പ്ലേസ് ദാറ്റ് യു സീ ത്രൂ ഔട്ട് ദ ഡേ. എന്നിട്ട് എല്ലാ ദിവസവും ആ വേർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾ ആ വേർഡ് കാണുന്നു, മേക്ക് എ സെന്റൻസ് യൂസിങ് ദ വേർഡ് ഇൻ യുവർ മൈൻഡ് or try to remember the meaning of that word. Okay, ningal adu orkillenkil like you will try to remember that for a while, right? And then like go flip the sticky notes or post-it note and see what the meaning is, then try and make a sentence using the word in your mind. So angane ningal post-it notes use ചെയ്തിട്ട് words പഠിക്കാൻ ശ്രമിക്കുക. And then once let's say you have the word in front of you for like 1 or 2 days, take that out, like either cut off the sticky part or fold the sticky part inside and convert that into a flashcard. Use this flashcard to revise the word. സോ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് ഫ്ലാഷ് കാർഡ്സ് ഫോർ ദീസ് വേർഡ്സ് വിത്ത് ദ വേർഡ്, അതിന്റെ ആ വേർഡ് ഉള്ള ഒരു സെന്റൻസ് ഫോർ കോണ്ടെക്സ്റ്റ്, ഓക്കെ, ആൻഡ് ദെൻ അതിന്റെ അപ്പുറത്തെ സൈഡിൽ മീനിങ്. സോ ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വൊക്കാബുലറി എളുപ്പത്തിൽ ഇംപ്രൂവ് ചെയ്യാം. ഓൾസോ നിങ്ങൾ
എന്ത് സാധനമാണെങ്കിലും വേർഡ്സ് പഠിക്കുമ്പോൾ മേക്ക് ഷുവർ you do go through the synonyms and antonyms of the word, but along with that, especially Merriam-Webster ഡിക്ഷണറിയുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ യു ഗെറ്റ് ദ ഡിഫറെന്റ് ഫങ്ഷൻസ് ആൻഡ് ഡിഫറെന്റ് മീനിങ്സ് ഓഫ് എ സിംഗിൾ വേർഡ്. ഓക്കെ, ഫങ്ഷനും ഈ പറയുന്ന മീനിങ്ങും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി make sure you do read fiction, non-fiction. So ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. Let's say you are a person who loves reading novels. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോവൽ വായിക്കുന്ന ഇഷ്ടമേ അല്ല. ഓക്കെ, എന്നാൽ പോലും നിങ്ങൾ വെറൈറ്റി നോക്കുക. എപ്പോഴും ഒരു റോണറിൽ തന്നെ എപ്പോഴും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഷഫിൾ ദ കൈൻഡ് ഓഫ് റീഡിങ് ആർട്ടിക്കിൾസ്. എന്ത് ടൈപ്പ് സാധനം നിങ്ങൾ റിസോഴ്സ് എടുത്താലും ലൈക്ക് ക്യാൻ ബി എ ബുക്ക്. Okay, let's say if you're reading poetry today, try reading a novel the next day, or try a short story, or a memoir, or a biography, or an autobiography. Okay, അങ്ങനെ നിങ്ങൾ റോണേഴ്സ് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓർ ട്രൈ റീഡിങ് എൻ എസ്സേ ഫോർ എ ചേഞ്ച്, ഓർ ട്രൈ റീഡിങ് എ ഫിലോസഫിക്കൽ കണ്ടന്റ്, ഓർ ലൈക്ക് ലെറ്റ്സ് സേ ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആകാം. അല്ലെങ്കിൽ ഇത് ഹിന്ദുവിൽ നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടുള്ള സെക്ഷനിലെ ലെറ്റ്സ് സേ ഇക്കണോമിക് സെക്ഷനിലെ ഒരു ആർട്ടിക്കിൾ ആകാം. സോ ട്രൈ ഷഫ്ലിംഗ് ദീസ് തീംസ്, റോണേഴ്സ്, കണ്ടന്റ് ടൈപ്സ്. ഓക്കെ, ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പ് വൊക്കാബുലറി കിട്ടും. റേഞ്ച് മാറും, നിങ്ങളുടെ റേഞ്ച് മാറും. നിങ്ങൾക്ക് പല ടൈപ്പ് ടെക്സ്റ്റ് പല കോണ്ടെക്സ്റ്റിൽ മനസ്സിലാവുന്ന ഒരു ഫെമിലിയാരിറ്റി കൂടെ കിട്ടും. ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു ടു ഡീൽ വിത്ത് എനി കൈൻഡ് ഓഫ് പാസേജ് ദാറ്റ് യു ഗെറ്റ് ഫോർ യുവർ ക്ലാസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓൾസോ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് വൊക്കാബുലറി, നമ്മൾ സാധാരണ ഫോക്കസ് ചെയ്യുന്നത് adjectives, adverbs, അല്ലെങ്കിൽ nouns, അല്ലെങ്കിൽ verbsലൊക്കെ ആയിരിക്കും. ബട്ട് ഐ ഓൾസോ വാണ്ട് യു ടു പേ അറ്റൻഷൻ ടു ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. സോ ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്താ അറിയോ? വെൻ യു ടേക്ക് എ സെന്റൻസ്, അതിന് പല ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. Like transition words and phrases may be used in order to compare or contrast between two ideas. Okay, like on one hand, this argument was upheld in the parliament. On the other hand, the opposition was trying to persuade them to consider a different perspective. So on one hand, on the other hand, after all, in contrast, nevertheless, whereas, meanwhile, in conclusion, ഇതെല്ലാം പല ടൈപ്പിലുള്ള, ഓർ ഇൻ അഡിഷൻ ടു, ഇതെല്ലാം പല ടൈപ്പിലുള്ള ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. ഓർ ടു ഇലസ്ട്രേറ്റ് എന്നോട്ട് നമ്മൾ എക്സാമ്പിൾ കൊടുക്കുന്നത്. സോ ദീസ് ആർ ഓൾ ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ട്രൈ ടു ഓൾസോ ഫോക്കസ് ഓൺ ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ഓർ ഇൻ സിമ്പിൾ വേർഡ്സ് കൊഹെസീവ് ഡിവൈസസ്. ഓക്കെ, നമ്മൾ ഐഡിയാസിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കൊഹെസീവ് ഡിവൈസസ് ഓർ ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അല്ലെ, സോ നിങ്ങൾ വായിക്കുമ്പോൾ ഇതും കൂടെ നോട്ട് ചെയ്ത് വായിക്കുക. Next thing that you will have to look at, especially when it comes to reading comprehension, is to read the questions first. Okay, ഒരുപാടിടത്ത് ഞാൻ കണ്ടു, they ask you to read the passage first. Okay, now there are two strategies, I do agree. പക്ഷെ നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ, ആദ്യമേ വായിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, even though if it is a very short passage, the problem here is that when you're looking at the passage, you do not know what you're looking for. Okay, അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you will be trying to make sense of each and everything that you find in the passage. This may lead you to wasting a lot of time. അതേസമയം once you look at the questions first, okay, നിങ്ങൾ ആ questions നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും what is it that you need to answer. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Do you have to find the meaning of a particular word, or do you have to figure out what is the order in which a particular set of incidents has taken place? Okay, incidents have taken place, or it can be, let's say, you need to find out how a particular idiom or phrase have been used in this particular text. So നിങ്ങൾ questions നോക്കിയിട്ട് ആ ടെക്സ്റ്റ് നോക്കുമ്പോൾ you know exactly what you're looking for. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനും എളുപ്പമാണ്, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും എളുപ്പമാണ്. നിങ്ങൾ ലൈക്ക് ചുമ്മാ ഫുൾ പാസേജ് വായിക്കേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ ആ പാസേജിന്റെ ഒരു പാർട്ടിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് അത്രയും ആൻസേഴ്സ് കിട്ടുന്നത്. Alright, so it's always best to read the questions first and then sort of go to the passage, because it helps in time management a lot, in fact. Okay, now always make sure that you do pay attention to instructions. Very important. കാരണം എപ്പോഴും ഇൻസ്ട്രക്ഷൻസിൽ ഈ ഒരു കാര്യം മിസ് ചെയ്തു പോകുന്നതാണ്. See, which of the following does not mean the same as? Okay, let's say absurd. ഇതായിരിക്കും ചിലപ്പോൾ question. Which of the following does not mean the same as absurd? Okay, എന്നിട്ട് അതിനകത്ത് 3 ഓപ്ഷൻസ് അബ്സേർഡിന്റെ അടുത്ത് നിൽക്കുന്ന മീനിങ്സ് ആയിരിക്കും, ഒരെണ്ണം അല്ലായിരിക്കും. ദ പ്രോബ്ലം ഹിയർ ഇസ് ദാറ്റ് സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നോട്ട് എന്നുള്ളത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാ ചെയ്യുന്നത്.
പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കില്ല, ഏതെങ്കിലും റോങ് ആൻസർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു read your instructions clearly. Alright? Now skim for your answers first. So നമ്മൾ questions ഞാൻ പറഞ്ഞു, first read the questions and then go through the passage and skim through the passage to find the answers. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഇൻഫറൻസ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ അസംഷൻ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ജസ്റ്റ് സ്കിമ്മിങ് കൂടെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ലൈക്ക് സെൻട്രൽ തീം ചോദിക്കുന്നത്, സമ്മറി ചോദിക്കുന്നതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു സ്കിമ്മിങ് കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ അല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ അല്ലാത്ത ക്വസ്റ്റ്യൻ, അതായത് പെട്ടെന്ന് ഒന്ന് സ്കിം ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ ഡീറ്റെയിൽഡ് റീഡിങ് നടത്തിയാൽ മതിയാകും. മിക്കവാറും നിങ്ങൾക്ക് സ്കിമ്മിങ് കൂടെ തന്നെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മിക്കവാറും 4 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുന്നതിൽ കൂടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് മേക്ക് ഷുവർ യു ഡു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആസ് യു ഡു ദിസ്. ഓക്കെ, so skim for your answers first, then you can read carefully later for inference based or assumption based questions. Okay, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ അതിന് ഒന്നും കൂടെ ഇരുത്തി വായിക്കാൻ നിങ്ങൾക്ക് രണ്ടാമതൊന്നുകൂടെ സീരിയസ് ആയിട്ട് വായിക്കാം. സോ ഫസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് പോയാൽ മതിയാവും. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു സേവ് എ ലോട്ട് ഓഫ് ടൈം. No, another thing is that നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ, ക്വസ്റ്റ്യൻസ് അല്ല, whatever passage you get, when you are ലുക്കിംഗ് ഫോർ ഇൻഫറൻസസ് ഓർ അസംഷൻസ്, നിങ്ങൾ ആ ടെക്സ്റ്റിൽ ഓതറിന്റെ ടോൺ ആൻഡ് ഇന്റന്റ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞു, പേർപ്പസ് എന്താണ്, എന്തിനാണ് എഴുതിയിരിക്കുന്നത്, സർക്കാസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, ക്രിറ്റിസിസം ആണോ എഴുതിയിരിക്കുന്നത്, ഓർ ആർ ദി റൈറ്റിംഗ് സംതിങ് ഇൻ ഓർഡർ ടു ജസ്റ്റിഫൈ എൻ ആക്ഷൻ. ഓക്കെ, സോ അങ്ങനത്തെ ടോൺ ആൻഡ് ഇന്റന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മിക്കവാറും ആ ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് എന്തിനാണെങ്കിലും കിട്ടുമ്പോൾ അതിൽ തന്നെ ഈ ഒരു പാസേജുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ടോ ഒരു ചർച്ചയില്ലാന്ന് തോന്നുന്ന ടൈപ്പ് ഓപ്ഷൻസ് കാണും, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവുന്ന ഓപ്ഷൻസ് കാണും. അതിനെ ആദ്യം എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ലൈക്ക് lean in on the meaning more than anything. Okay? Now let's look at a daily practice plan. So plan simple ആണ്. Read at least one extract a day. Can be from anywhere. Can be from a book, can be from a newspaper or a magazine. Does not really matter. But read at least one article of some sort every day. Okay? Simple plan ആണ്. And make sure that you do look at the editorial. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പേപ്പർ എടുക്കുക. Can be the Hindu, Indian Express, Deccan Chronicle. ഏതൊരു like newspaper ആണെങ്കിലും it's fine, but go through the editorial. Okay, and then once you go through the editorial, analyze what has been written in it and think what do you understand from it. Okay, എന്തെങ്കിലും ഒരു പുതിയ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണോ, എന്താണ് ടോപ്പിക്, എന്താണ് ടോൺ, എന്താണ് അല്ലെ നേരത്തെ പറഞ്ഞല്ലോ ടോപ്പിക് ആൻഡ് ടോൺ. ഇതിനകത്ത് ഫാക്ട് എന്തൊക്കെയാണ്, ഒപ്പീനിയൻ എന്തൊക്കെയാണ്, എഡിറ്റോറിയലില് ഫാക്ട്സ് എന്തൊക്കെയാണ്, ഒപ്പീനിയൻസ് എന്തൊക്കെയാണ്. ഇനി ഒപ്പീനിയൻസിൽ തന്നെ ജനറൽ ഒപ്പീനിയൻ എന്താണ്, ഓതറിന്റെ മാത്രം ഒപ്പീനിയൻ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ജനറലി ആൾക്കാർ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താണ്, അതിൽ തന്നെ ഓതറിന്റെ ഒപ്പീനിയൻ എന്താണ് ആ ആർട്ടിക്കിൾ എഴുതുന്നത്. സോ ട്രൈ ടു അനലൈസ് ദിസ്. ഓക്കെ, ഒരു എഡിറ്റോറിയൽ എടുത്തിട്ട് ട്രൈ ടു അനലൈസ് ദിസ് എവറി ഡേ. ആൻഡ് ദെൻ യെസ്, ആസ് ഐ ഓൾറെഡി മെൻഷൻ, മേക്ക് യുവർ വൊക്കാബുലറി ഫ്ലാഷ് കാർഡ്സ്, ബട്ട് സീ ഇഫ് യു ക്യാൻ റിവൈസ് ദം എവറി ഡേ ആസ് വെൽ. എവറി ഡേ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ്, ബട്ട് മേക്ക് ഷുവർ യു ഡു മേക്ക് യുവർ ഫ്ലാഷ് കാർഡ്സ് എവറി ഡേ. വൊക്കാബുലറി ബേസിലുള്ള ഫ്ലാഷ് കാർഡ്സ് ഡെയിലി നിങ്ങൾ ട്രൈ ചെയ്യുക. ആൻഡ് ദെൻ സെൽഫ് റിഫ്ലക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. Now, why? നിങ്ങൾ ഇത് എന്താണ് ഒരു എഡിറ്റോറിയൽ വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിക്കുക, ഓൾവേസ് ആസ്ക് യുവർ സെൽഫ് ലൈക്ക് വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദിസ് സ്പെസിഫിക്കലി ഇസ് ഫോർ ദിസ്, ലൈക്ക് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഗോ ത്രൂ എ ഫുൾ ലെങ്ത് ഇംഗ്ലീഷ് ടെസ്റ്റ്. വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾക്ക് ഒരു ഫുൾ ലെങ്ത് ക്ലാറ്റിന്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെർഫെക്റ്റ്. ഇനി അത് ചെയ്ത് കഴിഞ്ഞിട്ട് when you look at the answers, I want you to like ask yourself these questions. Why was your answer wrong? If you have a wrong answer, why was it wrong? Understand why, where you made the mistake. What was the correct evidence? Like, what is it that you missed while you were reading the text? What is it that you missed and you got the answer wrong? Make sure that you understand that very clearly. എന്തുകൊണ്ടാണ്, ഓക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിയെന്നല്ല, എന്തുകൊണ്ടാണ് ആ ആൻസർ കറക്റ്റ് എന്നുള്ളതിന്റെ എവിഡൻസ്. ഓക്കെ, വാസ് ഇറ്റ് എ മിസ്റീഡ് ഓർ എ മിസ്ജഡ്ജ്മെന്റ്? നിങ്ങൾ വായിച്ചതിന്റെ തെറ്റാണോ, മനസ്സിലാക്കിയതിന്റെ തെറ്റാണോ? This is very important because there's a huge difference between these two. നിങ്ങൾ വായിച്ചത് ചിലപ്പോൾ ശരിയായിട്ടായിരിക്കും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് വായിച്ചതേ തെറ്റിച്ചായിരിക്കും, വായിച്ചത് ചിലപ്പോൾ ഒരു വേർഡിന് പകരം വേറൊരു വേർഡ് കൺഫ്യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വായിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വേർഡ് കംപ്ലീറ്റ്ലി വിട്ടുപോയി കാണും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിനെ ചേർത്തായിരിക്കില്ല
ടെക്സ്റ്റ് വായിച്ചത്. സോ അങ്ങനെ ഡിഡ് യു റീഡ് ഇറ്റ് റോങ് ഓർ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് റോങ്? അല്ലേ? സോ അത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ക്വസ്റ്റൻ ആണ്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ആഫ്റ്റർ യു ഹവ് ഡൺ ദാറ്റ്, ഓക്കെ, നിങ്ങൾ എല്ലാ വീക്കും അറ്റ്ലീസ്റ്റ് ലൈക്ക് ട്രൈ അറ്റ്ലീസ്റ്റ് വൺ ഫുൾ ലെങ്ത് ടെസ്റ്റ്. എന്നിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ മന്ത് ഓർ ലൈക്ക് 1-2 ആഴ്ച കഴിയുമ്പോൾ ഓർ വെനെവർ യു ആർ റീഡിങ് ഓർ സോറി വെനെവർ യു ആർ ഡൂയിങ് എ ഫുൾ ലെങ്ത് ടെസ്റ്റ്, എപ്പോ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുത്താലും അതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ടെസ്റ്റ് എല്ലാം എടുത്തിട്ട് ഓക്കെ നിങ്ങളുടെ പാറ്റേൺസ് ഒന്ന് ശ്രദ്ധിക്കുക. ലൈക്ക് വാട്ട് ആർ യുവർ എറർ പാറ്റേൺസ്? ഓക്കെ, അതായത് വൊക്കാബുലറിയിലാണോ അല്ലെങ്കിൽ ഇൻഫറൻസിലാണോ അല്ലെങ്കിൽ ടോൺ മനസ്സിലാക്കുന്നതിലാണോ? വേർ ആർ യു ഗോയിങ് റോങ് ദ മോസ്റ്റ്? ഓക്കെ, സോ നിങ്ങളുടെ എറർ പാറ്റേൺസ് ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക. ദിസ് ഈസ് എ ഡെയിലി പ്രാക്ടീസ് പ്ലാൻ. നിങ്ങൾ വീക്ക്ലി ഡെഫിനറ്റ്ലി ഒരു ടെസ്റ്റെങ്കിലും ചെയ്യുക, പ്ലസ് ഈ കാര്യങ്ങൾ ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് എ ലോട്ട്. ലൈക്ക് ഒരു വലിയ ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിൽ വരാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു പ്രാക്ടീസ് ദിസ്. റൈറ്റ്? the things that you are not supposed to do. Okay, so always make sure നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചുമ്മാ ഒരു വേർഡ് കണ്ടത് കൊണ്ട് നിങ്ങൾ ആ വേർഡിന്റെ മീനിങ് എന്താണെന്ന് ചുമ്മാ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മീനിങ് എടുത്തിട്ടരുത്. ആ വേർഡ് കോണ്ടെക്സ്റ്റിൽ വരുന്ന മീനിങ് മാത്രമേ ക്ലാറ്റിൽ നിങ്ങൾക്ക് ആൻസേഴ്സിൽ ആപ്ലിക്കബിൾ ആകുള്ളൂ. Okay, so make sure that you do understand the vocabulary in the context, not out of context. Okay, so words in the enthalum ningal try to understand that within the vocabulary. Make sure that you do not read too fast. Okay, nuances and the shades of meaning, because when you're reading too fast you'll only be looking at random words. അല്ലെങ്കിൽ റാൻഡം ഫ്രേസസ് മാത്രമേ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കുള്ളൂ. അതിൽ എന്തെങ്കിലും ഒന്ന് മിസ് ആയിട്ടുണ്ടെങ്കിൽ മീനിങ്ങിന്റെ ചെറിയ ഡിഫറൻസ് കാണും, അത് നിങ്ങൾക്ക് മിസ്സാവും. So when you're practicing, make sure that you're looking at everything carefully. Meaning differences ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഡെയിലി മീൻസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ ഡെയിലി റീഡിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. വൺസ് യു ഡു ദിസ് എവറി ഡേ, ഗ്രാജുവലി നിങ്ങളുടെ ബ്രെയിൻ തന്നെ പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ചെറിയ മീനിങ് ഡിഫറൻസ് ആണെങ്കിൽ പോലും യു വിൽ ബി ഏബിൾ ടു പിക്ക് ദാറ്റ് അപ്പ് വെരി ഈസിലി. ഓക്കെ, സോ ഡെയിലി വായിക്കുമ്പോൾ ഓടിച്ചിട്ട് വായിച്ചു പോവാതെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിംഗ് ഇറ്റ് thoroughly, യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ്. ഏത് വേർഡ് കാരണം അല്ലെങ്കിൽ ഏത് ഫ്രേസ് കാരണം അല്ലെങ്കിൽ എന്ത് കാരണമാണ് ആ ഒരു മീനിങ് ഡിഫറൻസ് വന്നതെന്നുള്ളത് നോട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു നോട്ട് സോർട്ട് ഓഫ് ലൂസ് യുവർ മിസ്റ്റേക്സ്. അതായത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്നത് നോട്ട് ഡൗൺ ചെയ്യാതെ വിടരുത്. Okay, make sure that you do make a very good note of the mistakes that you've made during your mock tests or practice tests, and make sure that you do like നേരത്തെ അനലൈസിങ് എറർ പാറ്റേൺസ് പറഞ്ഞു. അപ്പൊ അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ടോപ്പിക്കിലാണ്, ഏത് ക്വസ്റ്റ്യൻ ടൈപ്പിലാണ്, അത് നല്ലപോലെ ക്ലിയർ ആക്കി വെക്കുക. ഈവൻ ഏതെങ്കിലും റോണറിൽ പ്രത്യേക ടൈപ്പ് പാസേജ് വരുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാക്കുന്നത്? ഇസ് ഇറ്റ് ബിക്കോസ് യു മിസ്അണ്ടർസ്റ്റുഡ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ? അതുകൊണ്ടാണോ നിങ്ങൾക്ക് തെറ്റ് ആൻസർ വന്നത്? സോ മേക്ക് ഷുവർ that you do analyze all these. ഇതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, നോട്ട് ചെയ്ത് തന്നെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് തിങ്സ് ടു റിമെമ്പർ, when it comes to CLAT, do not chase perfection, because here you need clarity. It's not perfection. Okay, and this clarity may come in instantly. Like when you're reading a passage, you instantly understand what has happened. Sometimes you may have to reread the passage in order to understand what has happened. Perspective change out. Okay, so അതുകൊണ്ട് do not aim for perfection there. Aim for clarity. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ റീഡിംഗിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാണ്. You don't have to work on that a lot. ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്തൊരു കാര്യമാണ്, ഈവൻ വെൻ യു ആർ പ്രിപ്പയറിംഗ്, ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഫോക്കസിങ് ഓൺ പെർഫെക്ഷൻ there. Make sure that you do understand the meaning. Focus on meaning, okay, rather than the time that you're investing in it. ചിലപ്പോൾ കൂടുതൽ ടൈം വേണമായിരിക്കും എന്തെങ്കിലും മനസ്സിലാവാൻ. Take the time. Gradually you will speed up in that process. Okay, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് ആർട്ടിക്കിൾ you will speed up in that comprehension. Okay, and ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. You will have to make sure that you do develop that skill to calm yourself, calm your nerves basically, as you're taking the test. ഇത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് നടത്തുന്ന ടൈമിൽ ടൈമർ ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ യു വിൽ ബി ഏബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ കാം മൈൻഡ് വൈൽ യു ആർ ടേക്കിംഗ് ദ ടെസ്റ്റ്. സോ ഈ ഒരു ആ ഒരു മനസ്സിന്റെ ആ ഒരു ഫോക്കസ് that you will have to work on. Okay, and you're once again you're training for comprehension, not memory. See, when you're reading a paragraph, or let's say you're reading an extract, you do not have to memorize the entire thing. Okay, the text is right in front of you. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നോക്കി ആൻസർ എഴുതാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാസേജ് വായിക്കുമ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. When they are reading a passage, what they do,
is that they try to memorize all the information. അതിന്റെ ആവശ്യമില്ല. ടെക്സ്റ്റ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ. യു ഡോണ്ട് ഹാവ് ടു ട്രൈ ആൻഡ് മെമ്മറൈസ് ഇറ്റ്. യു ജസ്റ്റ് ഹാവ് ടു ലുക്ക് ഇൻ ആൻസർ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് യു ഹാവ് എ സീരീസ് ഓഫ് ഇൻസിഡൻസ്, ഓക്കെ, കുറെ വർഷങ്ങൾ തന്നിട്ടുണ്ട് ഇന്ന ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ട്രൈ ആൻഡ് മെമ്മറൈസ് ദി ഓർഡർ ഓർ എനിത്തിങ്. യു ഓൾറെഡി ഹാവ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മനസ്സിലാക്കിയാൽ മതി. മെമ്മറൈസ് ചെയ്യാൻ ശ്രമിച്ച് സമയം കളയരുത്. നോട്ട് ഓൺലി ഫോർ ദ ടെസ്റ്റ്. സി, മറ്റൊരു കാര്യം കൂടെ, വെൻ യു ആർ ലേണിംഗ് വേർഡ്സ്, ഡു നോട്ട് ട്രൈ ടു ലൈക് ബൈ ഹാർട്ട് ദ വേർഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കലി ആ വേർഡ് യൂസ് ചെയ്തൊക്കെ രീതിയിൽ മാത്രമേ അതിനെ പഠിക്കാവുള്ളൂ. ചുമ്മാ കയറി നമ്മൾ കാണപ്പാടം പഠിച്ചു വെച്ചിട്ട് ഇറ്റ് നോട്ട് ഹെൽപ്പ് യു ഫോർ ടെസ്റ്റ് ലൈക്ക് ക്ലാറ്റ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് എന്താണ് ടെക്സ്റ്റ് വരും, ആ ഒരു ടെക്സ്റ്റ് കോംപ്രിഹെൻഷനുള്ള ടെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ടോപ്പിക്ക് അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രയർ നോളജ് വെച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കരുത്. ഓൾവേസ് ചൂസ് യുവർ ആൻസേഴ്സ് ഫ്രം ദ ടെക്സ്റ്റ് ഗിവൻ. ഓക്കെ, റാൻഡം ആയിട്ട് ചുമ്മാ ആൻസേഴ്സ് ചെയ്താൽ നോക്കരുത്. മേക്ക് ഷുവർ ദാറ്റ് യു ഡു ബേസ് യുവർ ആൻസേഴ്സ് ഓൺ ദ ടെക്സ്റ്റ് ഗിവൺ. അല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് വെച്ചിട്ട് റാൻഡം ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതരുത്. ഈവൻ ഫോർ വൊക്കാബുലറി. ഓക്കെ, ഒരു വേർഡ് തന്നിട്ട് ഇത് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള സിനോണിംസ് അല്ലെങ്കിൽ ആന്റണിംസ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാന്ന് വെച്ചോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിനോണിം ഓർ ആന്റണിം ആ ഓപ്ഷൻസിൽ ഓൾറെഡി കാണും. പക്ഷേ ആ സിനോണിം ഓർ ആന്റണിം ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ മാച്ച് ആവില്ല. അതിൽ ചിലപ്പോൾ വേറെ ഓപ്ഷൻ ആയിരിക്കും നല്ലപോലെ മാച്ച് ആവുന്നത്. വിച്ച് ഇസ് വൈ ഓൾവേസ് ബേസ് യുവർ ആൻസേഴ്സ് ഓൺ ദി ടെക്സ്റ്റ് ആൻഡ് ഡു നോട്ട് ബേസ്ഡ് ഓൺ പ്രയർ നോളജ്. അല്ലെ, പിന്നെ എപ്പോഴും സെന്റൻസ് ക്ലൂസിൽ നിങ്ങൾ റിലൈ ചെയ്യുക. അതിന്റെ ടോൺ അനുസരിച്ചിട്ട്, അതിന്റെ മീനിങ് അനുസരിച്ചിട്ട്, ആ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഈവൻ അസംപ്ഷൻ ഓർ ഇൻഫറൻസ് ടൈപ്പ് ക്വസ്റ്റ്യന് പോലും അതിന്റെ ബേസിക് ടോണ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആ ടെക്സ്റ്റിൽ പറഞ്ഞുപോയ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് മാത്രമേ, അതിലുള്ള എവിഡൻസ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ അസംഷൻസ് ഓർ ഇൻഫറൻസസ് നടത്താവുള്ളൂ. ചുമ്മാ റാൻഡം ആയിട്ട് എനിക്കിത് വായിച്ചിട്ട് ഇങ്ങനെയാണ് തോന്നിയെന്ന് പറഞ്ഞിട്ട് ആൻസേഴ്സ് ചൂസ് ചെയ്യരുത്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ കംപ്ലീറ്റ്ലി ബേസിംഗ് ഇറ്റ് ഓൺ ദി ടെക്സ്റ്റ് ഗിവൺ ടു യു. Alright, and then you will have to work on your vocabulary as well as sense of grammar. Okay, ഗ്രാമാറ്റിക്കൽ റൂൾസ് നിങ്ങൾ ചുമ്മാ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. തിയറി അതൊന്നും നിങ്ങൾ ചുമ്മാ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ നമുക്ക് ഗ്രാമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ ഇല്ലേ, അതൊന്നും നിങ്ങൾ അങ്ങനെ ചുമ്മാ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ സെൻസ് ഓഫ് ഗ്രാമർ. ഹൗ ഡു യു ഗെറ്റ് ദറ്റ് സെൻസ് ഓഫ് ഗ്രാമർ? ഒന്ന്, യെസ്, ടു ലുക്ക് അറ്റ് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓൾ. പക്ഷെ അതിലും കൂടുതൽ വെൻ യു ആർ റീഡിങ്, നിങ്ങൾ തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്ത്, അതായത് വെൻ യു ആർ ഡൂയിങ് ആക്റ്റീവ് റീഡിങ്ങും പാസീവ് റീഡിങ്ങും ഉണ്ട്. പാസീവ് റീഡിങ് ചുമ്മാ കഥ അറിയാൻ വേണ്ടി വായിച്ചു പോവുക. ആക്റ്റീവ് റീഡിങ് ഇസ് വെൻ യു ഫോക്കസ് ഓൺ ദ വേർഡ്സ്, ഹൗ ഇറ്റ് സ്ട്രക്ചർഡ് വിത്തിൻ എ സെന്റൻസ്. ആ ഒരു സെന്റൻസിൽ തന്നെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അതിന്റെ സെന്റൻസിലെ തന്നെ പാർട്സ് ഏത് ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ ഡെയിലി ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഗ്രാമർ നിങ്ങൾ തന്നെ ഇംബൈവ് ചെയ്യും. നിങ്ങൾക്ക് ഗ്രാമാറ്റിക്കൽ റൂൾ ഒന്നും പഠിക്കേണ്ടി വരത്തില്ല അവിടെ. when you look at a sentence you will be able to say if it's right or wrong and how to correct it. അതിനിയും ടെക്നിക്കലി എങ്ങനെയാണ് എന്ന് പറഞ്ഞ ഗ്രാമാറ്റിക്കൽ റൂൾ ഒന്നും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. യു ഷുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് എ സെന്റൻസ് when it's wrong. ഓക്കെ, സോ അതും നിങ്ങളുടെ ഡെയിലി റീഡിംഗ് ഹാബിറ്റ്സിൽ കൂടെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്കില്ലാണ്. So these are the basic strategies that you can adopt for different question types. Okay, and also things to remember and things that you should not do when it comes to your class. So I hope this is clear. Endingilum questions ondengil please make sure that you drop it in the comments. We'll be happy to help you. So focus on meaning once again when it comes to CLAT and understand and learn. Ningal manasilaki padikenda oru test aanu CLAT. So hope you've understood this. Hope this is all clear. And like I said, any doubts, please drop it in the comments. We'll be happy to help. Happy learning. Bye and take care.